ഹായ് കൂട്ടുകാരെ, ഇനി വരുന്ന എപ്പിസോഡിൽ രാഘവൻ നായർക്ക് തൻ്റെ സ്വത്തുക്കളൊക്കെ നഷ്ടമായി എന്നുള്ള വിവരം സത്യാമ്മ അറിയിക്കുന്നു. എല്ലാം കേൾക്കുന്ന രാഘവൻ നായർ ആകെ തകർന്നിരിക്കുകയും അതെങ്ങനെ സംഭവിച്ചുവെന്നും അവൻ എന്നോട് ചതി കാണിച്ചോ എന്ന് വേദനയോട് ചോദിക്കുന്ന രാഘവൻ നായരുടെ നേരെ സത്യാമ്മ ബഹളം വയ്ക്കുന്നു. നിങ്ങൾ എല്ലാം എഴുതി കൊടുത്തപ്പോൾ ഓർക്കണമായിരുന്നുവെന്നും സഹോദര സ്നേഹം മൂലം നിങ്ങൾക്ക് കണ്ണു കാണാൻ മേലാതെ അനുജന്റെ അഭിനയത്തിൽ നിങ്ങൾ അതിൽ ലയിച്ചു പോയില്ലേ. അഭിനയം മുഴുവൻ കൃത്യമായി അവൻ എല്ലാവരെയും വിശ്വസിപ്പിക്കുകയും ചെയ്തു. അപ്പോഴും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതല്ലേ എന്ന് ചോദിച്ച് സത്യമ്മ ബഹളം വയ്ക്കുമ്പോൾ ശാലിനിയും രാഘവൻ നായർക്ക് നേരിടേണ്ടി വന്ന ഈ തകർച്ചയെക്കുറിച്ച് അറിയാതെ പോന്നു. ഇതിനിടയിൽ സത്യങ്ങൾ മനസ്സിലാക്കി വീട്ടിൽ ബഹളം വെക്കുന്നത് കേട്ട് അവിടേക്ക് എത്തിയ ശിവൻ കാര്യം എന്താണെന്ന് സത്യാമ്മയോട് അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയൊരു നീക്കം ആ ഉപേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെന്നും ഉപേന്ദ്രൻ ആ സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കിയെന്നുമുള്ള വിവരം അറിയുന്നതോടെ വേഗം ഉപേന്ദ്രന്റെ പിന്നാലെ എത്തുകയും ശിവൻ ആ ഡോക്യുമെന്റ്സ് ഉപേന്ദ്രന്റെ കയ്യിൽ നിന്ന് സ്വന്തമാക്കുകയും അതുമായി സത്യാമ്മയ്ക്ക് മുന്നിലേക്കും എത്തണം. സത്യഭാമ ഇതൊന്നും അറിയാതെ ആകെ തകർന്ന അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ മുന്നിലേക്ക് ശിവൻ ഡോക്യുമെന്റ്സുമായി എത്തുന്നത്. ഇതിനിടയിലാണ് ശാലിനി തൻ്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും അച്ഛൻ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നും അച്ഛന് അമ്മ എവിടെയാണെന്നുള്ള കാര്യം അറിയില്ല എന്ന് പറഞ്ഞത് സത്യമാണോ എന്നും അക്കാര്യം തനിക്ക് അറിയണമെന്നും പറഞ്ഞുകൊണ്ട് റസാക്കിനോട് ഇതിൻ്റെ അന്വേഷണം എത്രയും വേഗം തുടങ്ങണമെന്നും തനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ അതിയായ ആഗ്രഹമുണ്ട് എന്നും എത്രയും വേഗം തന്നെ എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടണമെന്ന് ഷാനി റസാക്കിനോട് നിർദ്ദേശിക്കുന്നു.